ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് സ്കഫോൾഡിങ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫോം വർക്ക് എന്ന ടോപ്പിക്കായിരുന്നു. ഇത് നമ്മളുടെ പല ടൈപ്സ് ഓഫ് ഒരു ടെമ്പററി സ്ട്രക്ചർ എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സൊക്കെ. ഓക്കെ, അപ്പോൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടെമ്പററി സ്ട്രക്ചർ? ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മളത് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അത് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് മാറ്റും. ഓക്കെ, ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള ടെമ്പററി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടെമ്പററി സ്ട്രക്ചർ ഉണ്ടാവും. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, ഉയരത്തിലൊക്കെ ഉള്ള എന്തെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കണ കുതിര അല്ലേ? ചിലവർക്കൊക്കെ അറിയണ്ടാവും. കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ഹൈറ്റിലേക്ക് നീങ്ങാനും, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും തേപ്പൊക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് വർക്കൊക്കെ ചെയ്യണ സമയത്ത് നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ കൊടുക്കും ആൾക്കാർക്ക് നിൽക്കാൻ, ഒരു പ്ലാറ്റ്ഫോം പോലെ. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങനെ അവർ എറിയുക ചെയ്യുക. നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളെ വോളിലേക്ക് അതിങ്ങനെ ആ ഒരു പേസ്റ്റ് എടുത്ത് എറിയും. അത് എന്താ പറയുക, അത്രയും അഫിനിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു വോളിലേക്ക് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എറിയുക ചെയ്യുക പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നേ. കറക്റ്റായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണ സമയത്ത് പിന്നെ അത് ലെവലാക്കി എടുക്കുക ചെയ്യുക. അതിൻ്റെ മുന്നേ അവരിങ്ങനെ ആ ഗ്രൗട്ട് ഇങ്ങനെ എറിയും ആ വോളിൻ്റെ മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യണ ഒരു ടെമ്പററി പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഓക്കെ, അതിന് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ വലിയ ബിൽഡിങ്സിലൊക്കെ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ മുകളിൽ നിന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നുണ്ടാവും. എക്സ്റ്റീരിയർ പോർഷനിൽ ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയറിൽ ഇങ്ങനെ പെയിൻറ് ചെയ്യും. ആ പെയിൻറ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ പെയിൻറ് ചെയ്യുക? ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെ അവർ കെട്ടിയിട്ടുണ്ടാവും, മുളയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട്. ഇങ്ങനെ പറയില്ല, നമ്മൾ ഈ പന്തൽ പണിക്കാർ കണ്ടിട്ടില്ലേ? പന്തൽ മുള ഇങ്ങനെ കെട്ടും ആദ്യം. ഓക്കെ, പന്തലിടുന്നതിൻ്റെ മുന്നേ കുറേ മുളയൊക്കെ വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നിൽക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ പന്തലൊക്കെ കെട്ടിയതിന് ശേഷം അവർ അതൊക്കെ ഊരും. അവർ നിൽക്കാൻ ഉപയോഗിച്ച ആ സ്ട്രക്ചേഴ്സൊക്കെ അവർ ഊരിക്കൊണ്ടുപോകും. അതൊക്കെ ഒരു രീതിയിലുള്ള ടെമ്പററി സ്ട്രക്ചറാണ്. അപ്പോൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഡെഫിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ എറക്റ്റഡ് അലോങ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് എറക്റ്റ് ചെയ്ത ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് എന്ത് പറയണത്? സ്കഫോൾഡിങ്. ഇത് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? സപ്പോർട്ട് വർക്ക്മെൻ ആൻഡ് മെറ്റീരിയൽ അറ്റ് വേരിയസ് സൈറ്റ്സ് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഓക്കെ, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വർക്കുകൾ ഉണ്ടാവും. ആ വർക്കുകൾക്ക് വേണ്ടിയിട്ട് വർക്കേഴ്സിന് ഒരു എന്താ പറയുക, അവർക്കൊരു സ്റ്റേബിൾ എന്ന രീതിയിൽ നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മളെ എന്താ പറയുക, സ്റ്റെയർ കേസ് ആണെങ്കിലും സ്റ്റെയർ കേസിൻ്റെ ഇടയിലൊരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാരെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു 70 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 70 സ്റ്റെപ്പ് ഒറ്റയടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആൾക്കാർ കുഴയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം ഇടയ്ക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളെന്തിനാണ് ഒരു വർക്ക് ചെയ്യണ ആൾ, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യണ ഒരാൾക്ക് അയാൾക്ക് ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരി ചെയ്യണ മെറ്റീരിയൽസിനെ വെക്കാൻ വേണ്ടിയിട്ടും ഒരു പ്ലാറ്റ്ഫോം, അതിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയണത്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ പറയാൻ പോണത് അതിൽ യൂസ് ചെയ്യണ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഓക്കെ, ആ ടേംസൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ്, സെക്കൻഡ് വൺ ലെഡ്ജർ, തേർഡ് വൺ പുട്ട്ലോഗ്, ഫോർത്ത് വൺ വർക്കിംഗ് പ്ലാറ്റ്ഫോം, ഫിഫ്ത്ത് വൺ ബ്രേസിംഗ്, സിക്സ്ത് വൺ ടോ ബോർഡിംഗ്, സെവൻത്ത് വൺ ഗാർഡ് റെയിലിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ്, ലെഡ്ജർ, പുട്ട്ലോഗ്, വർക്കിംഗ് പ്ലാറ്റ്ഫോം, ബ്രേസിംഗ്, ടോ ബോർഡിംഗ്, പിന്നെ ഗാർഡ് റെയിലിംഗ്. ഓക്കെ, ഈ ടേംസ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മളുടെ കോമ്പറ്റീഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു 7 ടേംസിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേംസിലേക്ക് കിടക്കാം.
അപ്പോൾ ഈ ടേംസ് പറയണതിൻ്റെ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഫിഗർ, ഓക്കെ, ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. എന്നാലും നമ്മൾ ടേംസ് ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ഫിഗർ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തായിട്ടുണ്ടാവും, അത് ക്ലിയർ ആവും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒരു സ്കഫോൾഡിങ്ങിൽ വെർട്ടിക്കൽ മെമ്പർ. ഓക്കെ, നമ്മളിങ്ങനെ ഒരു വലിയ മുള കൊടുക്കൂലേ, ആ മുളയുമെന്നാണ് പിന്നെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സൊക്കെ കൊടുക്കുക അല്ലേ. ആദ്യം ഒരു വെർട്ടിക്കൽ മെമ്പറാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി എത്ര ഡിസ്റ്റൻസിലാണ് വെക്കുക? 2 മുതൽ 3 മീറ്റർ ഡിസ്റ്റൻസിൽ ഇടവിട്ട് വെക്കുക ചെയ്യുക. ഓക്കെ, മുളേൻ്റെ ഓരോ ഇത് കൊടുക്കുക ചെയ്യുക. മുള മാത്രമല്ല, ബാക്കിയുള്ള വേറെ പല മെറ്റീരിയൽസും കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് വുഡൻ സ്കഫോൾഡിങ് ആണെങ്കിൽ ബാംബൂസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബാംബു എന്ന് പറഞ്ഞാൽ മുള തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ഡയ ആൻഡ് അബവ് ആർ യൂസ്ഡ്. ഓക്കെ, ഹെവി സ്കഫോൾഡിങ് ആണെങ്കിൽ സ്റ്റീലിൻ്റെ ട്യൂബുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. സ്റ്റീൽ ട്യൂബൊക്കെയാണ് നമ്മളിപ്പോൾ എന്താണ് നമ്മളെ പന്തൽപ്പണിക്കൊക്കെ ഉപയോഗിക്കാറ് അല്ലേ. സ്റ്റീലിൻ്റെ ഒരു എന്താ പറയുക ട്യൂബുകൾ ബേസിക്കലി 30 to 60 mm ഡയമീറ്റർ. 30 എന്ന് പറഞ്ഞാൽ എന്താ, 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരെയുള്ള സ്റ്റീൽ ട്യൂബുകളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡിനെ നമ്മൾ പറയണ വേറൊരു വാക്കാണ് അപ്രൈറ്റ്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫിഗറിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളുടെ ഫിഗർ. നിങ്ങൾ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു വീടിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, നമ്മളുടെ കോളമാണ്. കോളത്തിൻ്റെ ഇടയിൽ കണ്ടോ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ തന്നിട്ടുണ്ട്. പ്ലിന്ത്, ഗ്രൗണ്ട് ലെവൽ. നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു സോൾ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു നീണ്ടു പോണ ഒരു എന്താ പറയുക ഒരു വേർട്ടിക്കൽ സപ്പോർട്ട് ഉണ്ട്. ആ വേർട്ടിക്കൽ സപ്പോർട്ടിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ താഴെ നോക്കിയാൽ കാണാം, ഒരു ആരോ തന്നിട്ട് സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വേർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സപ്പോർട്ടിനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേമിലേക്ക് പോവാം, ലെഡ്ജർ. ഓക്കെ, അപ്പോൾ വേർട്ടിക്കലായിട്ട് മാത്രം മെമ്പർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് വേർട്ടിക്കൽ കൊടുക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കും അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ മെമ്പർ ഏതൊക്കെയായിരിക്കും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്? വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ ആയിരിക്കും നമ്മൾ ബേസിക്കലി കൊടുക്കുന്നത്. ഓക്കെ, ഈ നമ്മളെന്താണ് ഇത് ബേസിക്കലി ഫിക്സ് ചെയ്യണത് എത്ര ദൂരത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. 100 to 150 സെൻറ്റിമീറ്റർ വേർട്ടിക്കൽ ഇൻ്റർവെല്ലാണ് ഇത് ബേസിക്കലി നമ്മൾ ലെഡ്ജേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. ഓക്കെ, മെയിൻലി ഉണ്ടാവുന്നത് വുഡ് ആൻഡ് സ്റ്റീലാണ്. പിന്നെ യൂഷ്വലി ഫിക്സ് ചെയ്തിട്ടുള്ളത് 100 മുതൽ 150 സെൻറ്റിമീറ്റർ വേർട്ടിക്കൽ ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെഡ്ജർ എന്താ നോക്കാം. ലെഡ്ജർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ, ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത് ലെഡ്ജർ. ഓക്കെ, ലെഡ്ജർ കണ്ടോ, ലെഡ്ജർ ഒരു ഡോട്ടഡ് ആയിട്ടാണ് കാണുന്നത് അല്ലേ, ഒരു ചെറിയൊരു സ്ക്വയർ പീസായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്? അത് ഈ ഒരു പോർഷനിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കിയാലേ അത് ലെഡ്ജർ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതിങ്ങനെ ആ ഭാഗത്തേക്കാണുള്ളത്, ഫ്രണ്ട് എലിവേഷൻ. ഇതൊരു സൈഡ് വ്യൂ ആണ്. നമ്മൾ വീടിൻ്റെ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് വ്യൂ ആയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ മെമ്പർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അതിന് വേറൊരു വാക്ക് പറയും, അത് ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യും. ഓക്കെ, പുട്ട് ലോഗ്. ഓക്കെ, എന്താണ് പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ദീസ് ആർ ദ ഹോറിസോണ്ടൽ ട്രാൻസ്വേഴ്സ് മെമ്പേഴ്സ് ഓഫ് എ സ്കഫോൾഡിങ് ആൻഡ് ഡയറക്ട്ലി സപ്പോർട്ട് ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഈ പുട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ കൊണ്ടാണല്ലോ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യണ ഹോറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് പുട്ട് ലോഗ്. ഓക്കെ, ആ പുട്ട് ലോഗാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അത് നമ്മളെ സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണത്. ഓക്കെ, പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ മെമ്പറാണ്. മെയിൻലി എന്തിനാണ് ചെയ്യണത്? സപ്പോർട്ട് ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം.
ഓക്കെ. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കാം. കണ്ടോ, ഇതാണ് പുട്ട് ലോഗ്, ഈ ഒരു ഹോറിസോണ്ടൽ മെമ്പർ. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നതാണ്. മറ്റേത് എന്താണ്, ഇത് പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ട്രാൻസ്വേഴ്സ് മെമ്പറാണ്. മറ്റേ എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ മെമ്പറാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയായി? സ്റ്റാൻഡേർഡായി, ലെഡ്ജറായി, പുട്ട് ലോഗായി. ഈ പുട്ട് ലോഗിൻ്റെ ഇത് കണ്ടോ, ഒരു എൻഡ് ലെഫ്റ്റ് എൻഡ് എവിടെയാണ് പോയത്? ലെഫ്റ്റ് എൻഡ് ആ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സപ്പോർട്ടീവിന് വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുത്തി പൊളിക്കാൻ പറ്റുമോ? നമ്മൾ എന്താ പറയുക, ബ്രിക്കൊക്കെ ഉപയോഗിക്കണ ഒരു മേസൺറി ആണെങ്കിൽ, ഓക്കെ, ആ വോളൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് ബ്രിക്കിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ചെങ്കല്ലിൻ്റെ ഇടയിലൊക്കെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഇത് ചെയ്യണ സമയത്ത്, തേക്കണ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ മുളയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ടേംസായി. ഇനി 4ാമത്തെ വർക്കിംഗ് പ്ലാറ്റ്ഫോം, അത് പറയേണ്ട ആവശ്യമില്ല. അത് മൂവ്മെൻറ്റ് ഓഫ് വർക്ക്മെൻ ആൻഡ് സപ്പോർട്ട് മെറ്റീരിയൽ, അതിന് വേണ്ടിയിട്ട് കൊടുക്കണ ആ ഒരു മെമ്പറിനെയാണ് വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയണത്. ഇനി 5ാമത്തത് ബ്രേസിംഗ് എന്ന് പറയും. എന്താണ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ? ഇതൊരു ഡയഗണൽ മെമ്പറാണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലോ ഒരു പോളിഗൺ ആണെങ്കിലോ നമ്മളാ 2 അറ്റങ്ങൾ, 2 ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ നമ്മൾ യോജിപ്പിക്കണ ഇതിന് ആ ഒരു ലൈൻ എന്ന് പറയുന്ന പേരാണ് എന്ത്, നമ്മൾ ഡയഗണൽസ് എന്ന് പറയുന്നത്. ഈ ഡയഗണൽസ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സപ്പോർട്ടിനാണ്. ഓക്കെ, എക്സ് എന്നുള്ള ഷേപ്പ് കണ്ടാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെയാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് ചെയ്യണത്? ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്കഫോൾഡിങ്. ഓക്കെ, ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്കഫോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യണം. അത് നമ്മളുടെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റൂല. ബ്രേസിങ് ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്ത് നിന്നാണ് കാണുക, ഫ്രണ്ട് വ്യൂവിൽ നിന്നാണ് കാണാൻ പറ്റുക. ഇത് നമ്മളുടെ എന്താ പറയുക, സൈഡ് ക്രോസ് സെക്ഷനാണ്. ടോ ബോർഡിങ്, വലിയ സ്കഫോൾഡിങ് ആണെങ്കിൽ ടോ ബോർഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും വേർട്ടിക്കലി. എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ടർ സ്റ്റാൻഡേർഡിന് പ്രിവെൻറ്റ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോളിങ് ഔട്ട്. ഓക്കെ, ഒരു തടസ്സം എന്ന രീതിയിൽ കൊടുക്കണ ഒരു മെറ്റീരിയലാണ് ടോ ബോർഡിങ് എന്ന് പറഞ്ഞാൽ. നമ്മളെ വർക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് മുകളിലായിട്ട്, അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമ്മളുടെ മെറ്റീരിയൽസ് താഴേക്ക് പോകാത്ത രീതിയിൽ, ഓക്കെ, അതിനു വേണ്ടിയിട്ട് കൊടുക്കണ ഒരു ബോർഡാണ്. ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു തടസ്സം എന്ന രീതിയിൽ വെർട്ടിക്കലായിട്ട് കൊടുക്കണ ഒരു മെറ്റീരിയൽ, അതിനെയാണ് ടോ ബോർഡിങ് എന്ന് പറഞ്ഞത്. പിന്നെന്താണ്? ഗാർഡ് റെയിലിംഗ്. ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അല്ല, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഹൈ സ്കഫോൾഡിങ്സിലൊക്കെ ആണ് ഇത് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യണത്. എന്തിനാണ്? ടു സേഫ് ഗാർഡ് വർക്ക്മാൻ. ഓക്കെ, വർക്ക്മാൻ്റെ സേഫ്റ്റീനാണ് നമ്മൾ ബേസിക്കലി ടോ ബോർഡിങ്ങും ഗാർഡ് റെയിലിങ്ങും മെയിൻലി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് രണ്ടും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? സ്റ്റാൻഡേർഡ്, ലെഡ്ജർ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ മെമ്പർ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ മെമ്പർ, പുട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ട്രാൻസ്വേഴ്സ് മെമ്പർ, വർക്കിംഗ് പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യണ മെമ്പർ. ഓക്കെ, വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ടും അതേപോലെ മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് കൊടുക്കുന്ന വർക്കിംഗ് പ്ലാറ്റ്ഫോം. ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെമ്പർ. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ് ഉണ്ട്. ഏതൊക്കെയാണ്? അത് ബേസിക്കലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആൻഡ് പർപ്പസ് ആണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ സ്കഫോൾഡിങ് ഓർ ബ്രിക്ക് ലെയർ സ്കഫോൾഡിങ്, അല്ലെങ്കിൽ ഡബിൾ സ്കഫോൾഡിങ്, നീഡിൽ സ്കഫോൾഡിങ്, ഹാങ്ങിങ് ഓർ സസ്പെൻഡഡ് സ്കഫോൾഡിങ്. ഓക്കെ, സിംഗിൾ, ഡബിൾ, നീഡിൽ, ഹാങ്ങിങ് ഓർ സസ്പെൻഡഡ് സ്കഫോൾഡിങ്. ഓക്കെ, അതിൽ ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഓക്കെ, സിംഗിൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കായിരിക്കും അതിൻ്റെ സപ്പോർട്ട് പോണത്. ഓക്കെ, അവിടെ ഒറ്റ കാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? വേർട്ടിക്കൽ മെമ്പർ ഒന്ന് നോക്കുക, ഒരൊറ്റ വേർട്ടിക്കൽ മെമ്പറല്ലേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഒന്ന് നോക്കുക, ഒരൊറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ അല്ലേ? അതിൻ്റെ അപ്പുറത്ത് എവിടെയാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക്, കാല് ഉള്ളിലേക്ക് കൊടുത്തതാണുള്ളത് അല്ലേ? നമ്മൾ പുട്ട് ലോഗ് ഒന്ന് നോക്കി നോക്കുക.
പുട്ട് ലോഗ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്കഫോൾഡിങ്ങിനെ പറയുന്ന പേരാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. ദിസ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് മെയിൻലി സൂട്ടബിൾ ആവുന്നത് ബ്രിക്ക് മേസൺറിയിലാണ്. ഓക്കെ, നീഡ് ഹോൾസ് ടു ബി ലെഫ്റ്റ് ഫോർ സപ്പോർട്ടിങ് പുട്ട് ലോഗ്സ്. ഓക്കെ, അതിൽ ഹോൾസ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പുട്ട് ലോഗ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെന്താണ്, ഈ ഹോളൊക്കെ നമ്മൾ പിന്നെ ഫില്ല് ചെയ്യും. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഹോളുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഫേംലി സെക്യൂർഡ് ഓൺ എ ഗുഡ് ബേസ് ആൻഡ് യൂഷ്വലി പ്രൊവൈഡഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 to 3 meters. ഓക്കെ, സ്റ്റാൻഡേർഡ് കുറേ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത് സൈഡിലുള്ള, അപ്പോൾ ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ പുറകിൽ ചിലപ്പോൾ കുറേ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏകദേശം പ്രൊവൈഡ് ചെയ്യണത് 2 മുതൽ 3 മീറ്റർ അകൽച്ചയിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയണത്. പിന്നെന്താണ്, ledgers are fixed connecting consecutive standards at vertical inner distance of 1 to 1.5 meters. ഓക്കെ, പിന്നെ പുട്ട് ലോഗ്സ് ആർ ഫിക്സ്ഡ് ടു ദിസ് ledgers. ഓക്കെ, പിന്നെന്താണ്, വുഡൻ പ്ലാങ്ക് ബോർഡിംഗ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദിസ് പുട്ട് ലോഗ്സ് ഫോർ സപ്പോർട്ടിംഗ് വർക്കേഴ്സ് ആൻഡ് മെറ്റീരിയൽ. ഫോർ സ്റ്റെബിലിറ്റി ഹൈ സ്കഫോൾഡിങ്സ് മസ്റ്റ് ബി ക്രോസ് ബ്രേസ്ഡ്. ഓക്കെ, ഇത് ജസ്റ്റ് പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. എന്താണ്, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയണത്. ഓക്കെ, ക്രോസ് ബ്രേസ് കൊടുക്കണം. ഹൈ സ്കഫോൾഡിങ് ഒക്കെ ആകുമ്പോൾ എന്താ ക്രോസ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡയഗണൽസ് മെയിൻലി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്ലാങ്കിൻ്റെ ബോർഡിങ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാണ്? വർക്കേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ബ്രിക്ക് മേസൺറിയിലാണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യണത്. അവിടെ ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് എന്താണ് കടത്തിവിടുന്നത്? പുട്ട് ലോഗാണ് കടത്തിവിടുന്നത്. ആ ഹോള് നമ്മൾ പിന്നെ ഫില്ല് ചെയ്യണം. ഓക്കെ, അതിനൊരു ഫേം ബേസ് കൊടുക്കണം. ഫേം ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കണ്ടോ ഒരു സോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡിൻ്റെ അടിയിൽ സാൻഡ് ഫില്ല് ഡ്രം എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫേം ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഡബിൾ സ്കഫോൾഡിംഗ് ആണ്. ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് ആണ്. ഇതൊരു ഡിപ്പെൻഡൻറ്റ് സ്കഫോൾഡിംഗ് ആണ്, സിംഗിൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റാണ്. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല, അതന്നെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് മേസൺസ് സ്കഫോൾഡിംഗ്. ഓക്കെ, ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യണത് സ്റ്റോൺ മേസൺറി കൺസ്ട്രക്ഷനിലാണ്. ഓക്കെ, ഇതിൽ നമ്മൾ കൊടുക്കുന്നത് 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ടു ദ വോൾ ആയിരിക്കും. അതർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 1.5 meter അവേ ഫ്രം ദ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടീവ് സ്ട്രക്ചറും കൂടി കൊടുക്കും. അതിന് പറയുന്ന പേരാണ് ഷോറിങ്. ഓക്കെ, റേക്ക്ഡ് ഷോറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിനെ പറയുന്ന പേരാണ് റേക്ക്ഡ് ഷോറിങ്. ഇതൊരു നല്ല സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പറയണത്. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ നോക്കുക, കണ്ടോ 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മളെ ബിൽഡിങ് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ബിൽഡിംഗ് ആണ്, അതിൻ്റെ അടുത്ത് തന്നെ 2 ഇത് കണ്ടോ വെർട്ടിക്കൽ മെമ്പർ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് ഒരു സപ്പോർട്ടും കൊടുക്കണില്ല അല്ലേ. നമ്മൾ പുട്ട് ലോഗ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. പുട്ട് ലോഗ് എങ്ങനെയാണുള്ളത്? 2 സ്റ്റാൻഡേർഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ കണ്ടോ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മെമ്പർ, അതിനെ പറയുന്ന പേരാണ് ഷോറിങ്. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കുറേ ഹൈറ്റ് വരെ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോറിങ് കൊടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ്, ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ മറയാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഇൻക്ലൈൻഡ് സപ്പോർട്ടിനെ പറയുന്ന പേരാണ് ഷോറിങ്. ഈ ഷോറിങ്ങിൻ്റെ അടിയിൽ ഒരു സോൾ പ്ലേറ്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ആ സോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണതിനാണ്. ഓക്കെ, നമ്മളെ ഗ്രൗണ്ടിന് ഒരു കേടുപാടും വരാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ ആ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് സോൾ പ്ലേറ്റ്. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നീഡിലും സസ്പെൻഡഡ് സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.